റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. UK-യിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ച തുടരുന്നതിനിടെ ആഘാതം കൂട്ടാൻ കൊടുങ്കാറ്റും മഴയും കൂടെ ശക്തമാകുന്നു. ശനിയാഴ്ചയോടെ ബേർഡ് കൊടുങ്കാറ്റ് തേടിയെത്തുന്നതോടെ അതിശക്തമായ മഴയും 70 മൈൽ വേഗത്തിലുള്ള കാറ്റും കനത്ത മഞ്ഞുമാണ് നേരിടേണ്ടതെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നു. മഞ്ഞ്, ഐസ്, കാറ്റ്, മഴ മുന്നറിയിപ്പുകളാണ് മെറ്റ് ഓഫീസ് നൽകിയിരിക്കുന്നത്. സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ മുന്നറിയിപ്പ് ബാധകമാണ്. വീക്കെൻഡിൽ നേരിടേണ്ടത് 15 ഇഞ്ച് വരെ മഞ്ഞുവീഴ്ചയെന്ന് മെറ്റ് ഓഫീസ് പറയുന്നു. ആർട്ടിക്കിൽ നിന്നുള്ള തണുപ്പ് രാജ്യത്തേക്ക് വീശിയടിക്കുന്ന ഘട്ടത്തിലാണ് മഞ്ഞുവീഴ്ച ശക്തമാകുന്നത് എന്നും മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നു. ഏറ്റവും ഗുരുതരമായ ആംബർ മുന്നറിയിപ്പ് 1 അടി 4 ഇഞ്ച് വരെ മഞ്ഞുവീഴ്ചയാണ് സാധ്യത എന്ന് പറയുന്നു. ശനിയാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് നോർത്തേൺ സ്കോട്ട്ലൻഡിൽ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. പ്രാദേശിക സമൂഹങ്ങൾ ഒറ്റപ്പെടാനും നടപ്പാതകൾ കടക്കാൻ ബുദ്ധിമുട്ടാവുകയും റോഡുകളിൽ തടസ്സങ്ങൾ രൂപപ്പെട്ട് വാഹനങ്ങളും യാത്രക്കാരും കുടുങ്ങാനും സാധ്യത നിലനിൽക്കുന്നതായി മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ശനിയാഴ്ച നോർത്ത് ഈസ്റ്റ് തീരത്ത് കാറ്റിനുള്ള മഞ്ഞ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. പവർക്കട്ടും യാത്രാ തടസ്സങ്ങളും ഇതോടൊപ്പം പ്രതീക്ഷിക്കാം. ഇതിനിടെ വെയിൽസിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഡിവോൺ, കോൺവാൾ എന്നിവിടങ്ങളിലുമായി ശനിയാഴ്ച രാവിലെ 6 മുതൽ ഞായറാഴ്ച രാവിലെ 6 വരെ 5 ഇഞ്ച് വരെ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിൽ വ്യാഴാഴ്ച അപ്രതീക്ഷിത മഞ്ഞുവീഴ്ച നേരിട്ടതിന് പിന്നാലെയാണ് കാലാവസ്ഥ കടുപ്പമാകുന്നത്. ഇൻഹെറിറ്റൻസ് ടാക്സിൽ വരുത്തിയ മാറ്റങ്ങൾക്കെതിരെ കർഷകർ നടത്തിയ പ്രതിഷേധം ഫലം കാണുന്നു. ഇൻഹെറിറ്റൻസ് ടാക്സിൽ മാറ്റം വരുത്തിയേക്കുമെന്നാണ് സൂചന. കർഷകർക്ക് 20% ഇൻഹെറിറ്റൻസ് ടാക്സ് ഏർപ്പെടുത്തുമെന്ന ചാൻസലർ റേച്ചൽ റീവ്സിന്റെ പ്രഖ്യാപനമാണ് പ്രതിഷേധങ്ങൾക്ക് ആധാരമായി മാറുന്നത്. ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം UK-യിലുടനീളം വൻ കർഷക പ്രതിഷേധമാണ് സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇപ്പോഴത്തെ രൂപത്തിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ തന്റെ ഫാം വിൽക്കേണ്ടി വരുമെന്ന് കന്നുകാലി കർഷകനായിട്ടുള്ള ഡേവിഡ് ബാർട്ടൺ പറഞ്ഞു. ഇതുപോലെ പല കർഷകരും തങ്ങൾ നേരിടേണ്ട ദുരിതങ്ങളെ തുറന്നു കാട്ടുന്നു. എന്നാൽ ഓരോ വർഷവും ഏറ്റവും സമ്പന്നമായ എസ്റ്റേറ്റുകളെ മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ എന്നാണ് സർക്കാർ ഭാഷ്യം. എന്നാൽ NFUവിനും കൺട്രി ലാൻഡ് ആൻഡ് ബിസിനസ് അസോസിയേഷനും മൊത്തം 70,000 ഫാമുകളെ ബാധിക്കുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. ബജറ്റിലെ വിവാദ നികുതിക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് കർഷക യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗവേദിക്ക് പുറത്ത് ഡസൻ കണക്കിന് ട്രാക്ടറുകളും കാർഷിക വാഹനങ്ങളും പാർക്ക് ചെയ്തുകൊണ്ടാണ് പ്രതിഷേധക്കാർ രംഗത്ത് എത്തിയത്. UK മലയാളികൾക്ക് അഭിമാനിക്കാൻ മറ്റൊരു നേട്ടം കൂടി. മാഞ്ചസ്റ്ററിലെ നവമി സരീഷ് മലേഷ്യയിലെ അന്തർദേശീയ ഡാൻസ് മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. മലേഷ്യയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ഡാൻസ് കോമ്പറ്റീഷൻ മലേഷ്യ IIGF 2024 എന്ന പേരിൽ നടന്ന പ്രഥമ നിര നൃത്ത മത്സരത്തിൽ മാഞ്ചസ്റ്ററിലെ 16 വയസ്സുകാരി നവമി സരീഷ് 2ാമത് എത്തിയിരിക്കുകയാണ്. ഫ്രീസ്റ്റൈൽ സോളോ വിഭാഗത്തിൽ പങ്കെടുത്ത നവമി നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളെ പിന്നിലാക്കിയാണ് ഈ പ്രശസ്തി കരസ്ഥമാക്കിയത്. തൃശൂർ സ്വദേശികളായ സരീഷിന്റെയും ശ്രുതി സരീഷിന്റെയും മകളായ നവമി ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ ഡണ്ടൻ സെക്കൻഡറി സ്കൂളിലെ 11ാം വർഷ വിദ്യാർത്ഥിനിയാണ്. പല കടമ്പകളും മറികടന്നാണ് നവമി ഈ കിരീടം സ്വന്തമാക്കിയത്. ഇത്തരമൊരു നേട്ടം നവമിയുടെ നൃത്തപ്രതിഭയെയും ഉറച്ച ദൃഢചിത്തത്തെയും തെളിയിക്കുന്നു എന്നും വ്യക്തമാക്കുന്നു. കൂടാതെ നവമി UK-യിലെ തന്നെ പല സ്റ്റേജ് പ്രോഗ്രാമുകൾക്കും കൊറിയോഗ്രഫിയും നടത്തുന്നുണ്ട്. ഇത് നവമിയുടെ ആദ്യ വിജയമല്ല. 2019 തായ്ലൻഡിൽ നടന്ന അന്താരാഷ്ട്ര നൃത്ത മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയതോടെ നവമി മുൻപ് തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. UK-യിലെ നിരവധി ഡാൻസ് പരിപാടികളിലും നവമിയും മാതാവ് ശ്രുതി സരീഷും സജീവമായി പങ്കെടുക്കാറുമുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. തദ്ദേശ റോഡ് പുനരുദ്ധാരണം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പൊതു മാനദണ്ഡമനുസരിച്ച് MLA-മാർ നിർദ്ദേശിക്കുന്ന പ്രവൃത്തികൾ സർക്കാരിൽ സമർപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ധനകാര്യ വകുപ്പ് ഇവ മുൻഗണനാക്രമത്തിൽ ക്രമീകരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൈമാറും. ഇതനുസരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഭരണാനുമതി പുറപ്പെടുവിക്കും. പ്രധാന റോഡുകൾ, സ്കൂൾ, കോളേജ്, ആശുപത്രി, ടൂറിസം മേഖലകൾ മുതലായവയെ ബന്ധിപ്പിക്കുന്ന തദ്ദേശ റോഡുകൾ, ജൽജീവൻ മിഷൻ പ്രവൃത്തികളുടെ ഭാഗമായി കുഴിക്കേണ്ടി വന്നതും പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിക്കാത്തതുമായ റോഡുകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകും. നേരത്തെ നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ മാർഗരേഖ കാലികമായ മാറ്റങ്ങളോടെ പ്രയോജനപ്പെടുത്തും. ഗുണനിലവാര പരിശോധനയ്ക്കായി ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ജില്ലാതല സാങ്കേതിക സമിതി രൂപീകരിക്കും. പ്രവൃത്തികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ MLA-മാർ നവംബർ 30-നകം സമർപ്പിക്കണം. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വന്നു എന്ന് ചൂണ്ടിക്കാട്ടി ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ. വെർച്വൽ ക്യൂ വഴി 80,000 ഉയർത്തുന്നതിൽ എതിർപ്പില്ലെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കും. നിലവിലിത് 70,000 തത്സമയ ബുക്കിംഗ് 10,000 പേർക്കുമാണ് അനുവദിക്കുക. ഹൈക്കോടതി അനുവദിച്ചാൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് 80,000 ഉയർത്തും. അതേസമയം ഇന്ന് പുലർച്ചെ ദർശനത്തെത്തിയവരുടെ എണ്ണത്തിൽ നേരിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി 11-ന് നട അടച്ചതിനു ശേഷവും 18-ാം പടി കയറാനും നടപ്പന്തലിലുമായി നിരവധി ഭക്തർ കാത്തുനിൽപ്പുണ്ടായിരുന്നു. പുലർച്ചെ 3-ന് നട തുറന്ന ശേഷം വടക്കേ നടയിലൂടെ സോപാനത്തെത്തിയ ശേഷം ഇവർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കി. നിലവിൽ ഈ മാസം 30 വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി. ഇക്കാര്യവും സ്പെഷ്യൽ കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. മണ്ഡലകാലം ആരംഭിച്ചതിനു ശേഷം ഏറ്റവും കുറവ് തീർത്ഥാടകരുടെ എണ്ണമാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ഇനി സ്പോർട്സ് വാർത്തകൾ. ഐ ലീഗ് ഫുട്ബോൾ 2024-25 സീസണിന് ഇന്ന് കിക്ക് ഓഫ്.
വൈകുന്നേരം 4:30 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ കേരളത്തിന്റെ സ്വന്തം ക്ലബ്ബായ ഗോകുലം കേരള FC തെലങ്കാനയിൽ നിന്നുള്ള ഷിനിധി ഡക്കാണിനെ നേരിടും. ഷിൻഡിയുടെ ഹോം ഗ്രൗണ്ടായ ഡക്കാൻ അരീനയിലാണ് മത്സരം. ഐ ലീഗ് ചാമ്പ്യന്മാരായി അടുത്ത സീസണിൽ ISL കളിക്കുക എന്ന മോഹവുമായാണ് ഗോകുലം കേരള FC ഇന്ന് ഇറങ്ങുന്നത്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ബുംറ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. രോഹിത്തിന്റെ അഭാവത്തിൽ ആണ് ബുംറ ഇന്ന് ഇന്ത്യയെ നയിക്കുന്നത്. പരിക്കേറ്റ ശുഭ്മാൻ ഗില്ലും ഇന്ന് ഇന്ത്യക്കായി കളിക്കുന്നില്ല. ഓൾറൗണ്ടർ നിതീഷ് റെഡ്ഡിയും പേസർ ഹർഷിത് റാണയും ഇന്ന് ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്തുന്നു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.21 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.